നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. ചാഞ്ചല്യത്തിൻ്റെയും ബുദ്ധി സാമർഥ്യത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും നിരൂപണ ശക്തിയുടെയും വിവേകശക്തിയുടെയും വിശ്ലേഷണ ശക്തിയുടെയും കാരകനായ ബുധൻ 2025 ജനുവരി 4 കുജക്ഷേത്രമായ വൃശ്ചികത്തിൽ നിന്നും ഗുരുക്ഷേത്രമായ ധനുവിലേക്ക് സംക്രമിക്കുന്നു. 2024 ഒക്ടോബർ 29 ബുധൻ വൃശ്ചികൻ രാശിയിലേക്ക് സംക്രമിച്ചത്. ഒക്ടോബർ 29 ശേഷം ബുധൻ വക്രത്തിലും നേരെയുമായി വൃശ്ചികത്തിൽ സഞ്ചരിച്ചു. അങ്ങനെ 2025 ജനുവരി 4 ബുധൻ ധനുരാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നു. ബുധൻ്റെ ഈ രാശിമാറ്റത്തിൻ്റെ ഫലമായി 12 രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ലഭിക്കുക. അതിൽ ചില രാശിക്കാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കും. ഈ അനുഭവങ്ങൾ ജനുവരി 24 വരെയാണ് നിലനിൽക്കുക. ചന്ദ്രരാശിയുടെ 2, 4, 6, 8, 10, 11 എന്നീ ഭാവങ്ങളിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ ആ രാശിക്കാർക്ക് വലിയ ഭാഗ്യങ്ങൾ ബുധൻ നൽകും. ഇത് ഏത് രാശിക്കാർക്കാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ഇടവൻ രാശിക്കാർക്കാണ് ബുധൻ്റെ ഈ രാശിമാറ്റം കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നത്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിയുടെ 2, 5 ഭാവാധിപനാണ് ബുധൻ. ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇടവൻ രാശിയുടെ 8ാം ഭാവത്തിലൂടെയാണ്. 8ാം ഭാവം ആയുസ്സിനെയും ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ. ബുധൻ 8ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉന്മേഷവും ആരോഗ്യവും കൂടും. ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. ഈ നക്ഷത്രക്കാരുടെ പേരിൽ ഉണ്ടായിരുന്ന മോശമായ ആരോപണങ്ങൾ ഇല്ലാതാകും. എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറും. കുടുംബത്തിൽ ഉണ്ടായിരുന്ന കേസ്, വഴക്ക് എന്നിവ പറഞ്ഞു തീർക്കും. കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകും. നടക്കാതിരുന്ന മക്കളുടെ വിവാഹം നടക്കും. കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ മിടുക്കരാകും. അവർക്ക് ഉന്നത വിജയങ്ങൾ ലഭിക്കും. പുത്രകളത്രാദികളുടെ സൗഖ്യം കണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന സമയമാണ്. മക്കൾക്ക് ഉയർന്ന പദവിയിലുള്ള തൊഴിലുകൾ ലഭിക്കും. മുതിർന്ന മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് പ്രയോജനമുണ്ടാകും. ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും സമയം വളരെ നല്ലതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് സമയം വളരെ മെച്ചപ്പെട്ടതാണ്. കടം കൊടുത്ത പണം ചോദിക്കാതെ തന്നെ തിരികെ ലഭിക്കും. വസ്തു വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ്. റിയൽ എസ്റ്റേറ്റുകാർക്ക് നേട്ടങ്ങളുടെ സമയം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. പൊതുവെ കാര്യങ്ങളിൽ ജയവും മനസ്സന്തോഷവുമാണ് ഫലം. അടുത്തതായി കർക്കിടകൻ രാശി. പുണർതങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി. കർക്കിടകത്തിൻ്റെ 12, 3 ഭാവാധിപനാണ് ബുധൻ. നിലവിൽ ബുധൻ സഞ്ചരിക്കുന്നത് കർക്കിടകൻ രാശിയുടെ 6ാം ഭാവത്തിലൂടെയാണ്. ശത്രുക്കൾ, രോഗം, ആധി, കള്ളന്മാർ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 6ാം ഭാവം. 6ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുന്ന സമയം ശത്രുക്കളും രോഗവും ദുഃഖവും ഇല്ലാതാകും. കള്ളന്മാരുടെ ശല്യം ഉണ്ടാവുകയില്ല. ചികിത്സയിലിരിക്കുന്ന രോഗികൾക്ക് പെട്ടെന്ന് രോഗം ഭേദമാകും. സന്തോഷവും സംതൃപ്തിയും വിദ്വത്വവും ലഭിക്കും. സുഭഗത്വവും കാര്യവിജയവും ഉണ്ടാകും. ഈ സമയത്ത് ഗ്രന്ഥപാരായണത്തിൽ താൽപ്പര്യം കൂടും. ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും മത്സര പരീക്ഷകളിൽ വിജയിക്കും. ഗവൺമെൻറ്റിൽ ജോലി സാധ്യത കൂടും. ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ സ്ഥലത്ത് സുഗമമായി ജോലി ചെയ്യാൻ കഴിയും. ശത്രുക്കളുടെ ശല്യം ഇല്ലാതാകും. പൂർവിക സ്വത്ത് ലഭിക്കുന്ന അവസരമാണ്. ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കും. ഷെയർ ബിസിനസ്സുകാർക്ക് നേട്ടങ്ങളുടെ സമയമാണ്. 12ാം ഭാവാധിപനായ ബുധൻ 12ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. വിദേശത്ത് പണം ചിലവാക്കി ഈ സമയത്ത് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പുതിയ ബിസിനസ്സുകൾ വിദേശത്ത് തുടങ്ങാം. അങ്ങനെ സന്തോഷത്തിൻ്റെയും ആത്മസംതൃപ്തിയുടെയും സമയമായിരിക്കും നിങ്ങൾക്കിപ്പോൾ ലഭിക്കുക. അടുത്തതായി കന്നിരാശി. ഉത്തരമുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. ജന്മരാശിയുടെയും 10ാം ഭാവത്തിൻ്റെയും അധിപതിയായ ബുധൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് 4ാം ഭാവത്തിലൂടെയാണ്. മാതൃസുഖം, മാതാവിൽ നിന്ന് ആനുകൂല്യങ്ങൾ, വീട്, വാഹനം എന്നിവയുടെ ലബ്ധിയും ധനവൃദ്ധിയും കുടുംബസുഖവുമാണ് ലഭിക്കുക. ഏത് ജോലി ചെയ്യുന്നവർക്കും അവരുടെ പ്രൊഫഷനിൽ ഉന്നത സ്ഥാനം ലഭിക്കും. കീർത്തിയും പ്രശംസയും ലഭിക്കും.
ശാസ്ത്രത്തിലും കണക്കിലും വാസനയുള്ളവർക്ക് സമയം മെച്ചമാണ്. മാതാവിനോട് കൂടുതൽ സ്നേഹം തോന്നുന്ന സമയമാണ്. സുഖവും സൗഭാഗ്യങ്ങളും മാതൃസ്നേഹവും ലഭിക്കും. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. ഷെയർ ബിസിനസ്സുകാർക്ക് സമയം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് പഠിക്കാനും ജോലി ചെയ്യാനും കഴിയും. പൊതുവെ കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക. അടുത്തതായി വൃശ്ചികൻ രാശി. വിശാഖങ്കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിയുടെ 8ഉം 11ഉം ഭാവാധിപനാണ് ബുധൻ. നിലവിൽ വൃശ്ചികത്തിൻ്റെ 2ാം ഭാവത്തിലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ധനത്തിൻ്റെയും വാക്കിൻ്റെയും സ്ഥാനമാണ് 2ാം ഭാവം. കർമ്മകാരകനായ രവിയും ബുദ്ധിയുടെയും വിദ്യയുടെയും കാരകനും 11ാം ഭാവാധിപനുമായ ബുധനും 2ാം ഭാവത്തിൽ നിപുണയോഗം നിർമ്മിച്ച് ജനുവരി 13 വരെ സ്ഥിതി ചെയ്യും. ഇത് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും ഒരുപോലെ ഗുണപ്രദമാണ്. ധനസ്ഥിതി കൂടും. വിദ്യാർത്ഥികൾക്ക് വളരെ മെച്ചപ്പെട്ട സമയമാണ്. വിദ്യയിൽ വിജയങ്ങൾ ലഭിക്കും. ബിസിനസ്സുകാർക്ക് വരുമാനം കൂടും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് അനുകൂലമാണ്. അപ്രതീക്ഷിതമായി പണം കയ്യിൽ വന്നു ചേരും. ദീർഘകാല ഇൻവെസ്റ്റ്മെൻറ്റുകൾ തുടങ്ങാം. നിലവിലുള്ള ജോലിയിൽ നിന്നുള്ള വരുമാനം കൂടാതെ മറ്റ് ജോലികളിൽ നിന്നും വരുമാനം ലഭിക്കും. ബന്ധുസ്നേഹം, സുഖം, പ്രശംസ, ആരോഗ്യം, നല്ല ആൾക്കാരുമായുള്ള സഹകരണം, രത്നാഭരണാദി ലാഭം എന്നിവയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ജ്യേഷ്ഠ സഹോദരനിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകും. സംസാരം കൊണ്ട് വരുമാനമുണ്ടാക്കുന്ന വ്യക്തികൾക്ക് നല്ല സമയമാണ്. അവർക്ക് വരുമാനം കൂടും. അഡ്വക്കേറ്റ്സ്, അധ്യാപകർ, സെയിൽസ്മാൻമാർ, പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ്, പാട്ടുകാർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. പൊതുവെ സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷമായിരിക്കും കുടുംബത്തിൽ ഉണ്ടാകുക. തൊഴിലിൽ നിന്ന് വളരെ നല്ല വരുമാനം എല്ലാവർക്കും ലഭിക്കും. അടുത്തതായി കുംഭൻ രാശി. അവിട്ടമര, ചതയം, പൂരിരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിയുടെ 5ഉം 8ഉം ഭാവാധിപനാണ് ബുധൻ. ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുംഭൻ രാശിയുടെ 11ാം ഭാവത്തിലൂടെയാണ്. ലാഭത്തിൻ്റെയും ഇഷ്ടസാധ്യങ്ങളുടെയും ഭാവമായ 11ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ കളത്രപുത്രാദികളോട് ഒരുമിച്ചുള്ള ജീവിതവും ദ്രവ്യലാഭവും ആഗ്രഹപൂർത്തീകരണവുമാണ് ഫലം. ആരും പ്രശംസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സമയമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സുഖവും ധനസമൃദ്ധിയും ഉണ്ടാകും. ബന്ധുക്കളുടെ സ്നേഹം ലഭിക്കും. ശത്രുക്കൾ പോലും മിത്രങ്ങളാകും. രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കും വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ഉയർച്ചയുണ്ടാകും. വളർന്ന മക്കൾ മാതാപിതാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകും. ബിസിനസ്സുകാർക്ക് വരുമാനം വർദ്ധിക്കും. പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. അത് വിജയിക്കും. ബുധൻ 5ഉം 8ഉം ഭാവാധിപനായതുകൊണ്ട് ബുദ്ധിവികാസവും ആരോഗ്യവും കൂടും. തൊഴിലിൽ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സമയം വളരെ മെച്ചപ്പെട്ടതാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് പറ്റിയ സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ ലഭിക്കും. വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ശാന്തമായ അന്തരീക്ഷത്തിൽ ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യാൻ കഴിയും. പൊതുവെ സന്തോഷവും ധനവരവും ഉണ്ടാകും. അടുത്തതായി മീനൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. പൂരിരുട്ടാതിക്കാൽ, ഉത്തിരട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. മീനൻ രാശിയുടെ 4ഉം 7ഉം ഭാവാധിപനായ ബുധൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് മീനൻ രാശിയുടെ കർമ്മഭാവത്തിൽ കൂടിയാണ്. ജനുവരി 13 വരെ കർമ്മകാരകനായ രവിയോട് യോഗം ചെയ്താണ് ബുധൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നത്. കർമ്മം, വ്യവസായം, യശസ്, വിദ്യ, കൃഷി, ഭൂഷണ വസ്തുക്കൾ എന്നിവയുടെ ഭാവമായ 10ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാകും. കൃഷിയിൽ നിന്നും വ്യാപാരത്തിൽ നിന്നും നല്ല വരുമാനം ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ സ്ഥലത്തെ യശസ്സും പദവികളും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത സ്ഥാനത്ത് എത്താൻ പറ്റിയ സമയമാണ്. ഭൂമി, വീട് എന്നിവയുടെ ലഭ്യതയുണ്ടാകും. ശത്രുക്കളുടെ പരാജയമുണ്ടാകും. അപവാദത്തിൽ നിന്നും രക്ഷപ്പെടും. പൊതുവെ ദേഹസുഖവും ധനലാഭവും സന്തോഷവുമാണ് നിലനിൽക്കുന്നത്. മുകളിൽ പറഞ്ഞ 6 രാശിക്കാർക്കാണ് ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റത്തിൽ കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നത്. ഈ 6 രാശിക്കാർ
പുതുതായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുവെങ്കിൽ ഈ സമയത്ത് തുടങ്ങിയാൽ അഭിവൃദ്ധി കൂടും. മറ്റുള്ള രാശിക്കാർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുകയും എല്ലാ ദിവസവും ഈ ദൈവങ്ങളെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക. ഐശ്വര്യം കൂടും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.